ഇതിനെക്കുറിച്ച് പറയാനുണ്ടാവും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാന് പാവം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടൊന്നും അല്ല കേട്ടോ എണീറ്റ് വന്നത്. പക്ഷെ ഹൈദരേട്ടൻ എണീറ്റ് വന്നതേ ഫുൾ പോക്കറ്റിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം ഫിക്സ് ചെയ്തിട്ടാവുന്നത്. ഞാനൊക്കെ സംസാരിക്കുന്നതിനിടയിൽ ഒരാൾക്ക് മാത്രം പാട്ടൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് സ്വന്തം ഫോണിൽ പാട്ടൊക്കെ സെറ്റ് ചെയ്ത്. ഞാൻ എൻ്റെ ഫോണിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒരുപാട് സന്തോഷം. എന്തായാലും മ്യൂജികെയറിൻ്റെ ഫാമിലിയിലേക്ക് അങ്ങനെ ഞാനും എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പാബ്ലോ കാറ്റിയുടെ മൂവിയുടെ ഓഡിയോ ലോഞ്ചിൻ്റെ സമയത്താണ് എൻ്റെ അടുത്ത് ഹൈദരാബാദ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. പറയുമ്പോൾ ഞാനങ്ങനെ ഒരു കാഷ്വൽ മൂഡിൽ അങ്ങനെ അത്രയും സീരിയസ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഇങ്ങനൊരു സ്റ്റോറി ലൈറ്റായിട്ട് പറഞ്ഞപ്പോഴും അത്രയും എക്സൈറ്റ്മെൻ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. അത് അത്രയൊരു കാഷ്വൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു ഞാൻ എടുത്തിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അമ്മ മീറ്റിങ്ങിൽ ഞങ്ങൾ കണ്ടു കഴിഞ്ഞ് സംസാരിച്ചപ്പോഴാണ് എന്നെ ഫോട്ടോ ഒക്കെ കാണിച്ചപ്പോഴാണ് ഇത് വളരെ സീരിയസ് ആണല്ലോ മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം എപ്പോഴും 2007 ഞാൻ എൻ്റെ ഫസ്റ്റ് മൂവി ചെയ്യുന്നത്. ആ ഒരു നിവേദ്യം എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാക്കിയൊരു ഓളവും അതിലെ പാട്ടും അല്ലെങ്കിൽ കഥാപാത്രവും സൃഷ്ടിച്ചൊരു ഓളവും അന്ന് മുതൽക്ക് തന്നെ ഒരുപാട് ആളുകളുടെ സ്നേഹവും ഒക്കെ നമ്മളിലേക്ക് വരാനായിട്ട് ഒത്തിരി ബ്ലെസ്സിങ്സ് വന്നിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ പോലും ഞാനിവിടെ നിൽക്കുന്നത് പോലും അതുണ്ടാക്കിയൊരു ഓളത്തിൽ നിന്നുമായിരിക്കാം. എന്തായാലും നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്ങും അത് തന്നെയായിരിക്കും. എന്തായാലും ഞാനും ഉണ്ടാവും 2 വർഷത്തേക്ക് നമ്മുടെ മ്യൂജികെയറിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഒപ്പം അശ്വിനെക്കുറിച്ചും ഞാൻ റീസെൻ്റ് ആയിട്ടാണ് അറിഞ്ഞത്. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു ഷോർട്ട് പീരീഡിൽ ഇത്രയും ഒരു ഹ്യൂജ് ആയിട്ടൊരു സ്ഥാപനത്തെ ഉയർത്താൻ അദ്ദേഹത്തിൻ്റെ ഒരു ഹാർഡ് വർക്ക് അതൊരു ചെറിയൊരു കാര്യമല്ല. എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് യങ്സ്റ്റേഴ്സ് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ലൈഫിനെ കാണുകയും കരിയറിനെ കാണുകയൊക്കെ ചെയ്യുന്നതും അതിനെ വളർത്താൻ അതുപോലെ തന്നെ മുന്നോട്ട് പോവുകയും അതിൻ്റെയൊക്കെ റിസൾട്ട് ഈ ഒരു കുറഞ്ഞ കാലയളവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും താങ്ക് യു സോ മച്ച് അശ്വിൻ, എന്നെയും ഈ ഒരു ജേർണിയിൽ കൂട്ടാക്കിയതിന് താങ്ക് യു ഹൈദരാബാദ്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. വേറെന്താ പറയണമെന്ന് അറിയില്ല. താങ്ക് യു ഓൾ. ഒരുപാട് സന്തോഷം. എന്തായാലും നമുക്കൊരു നല്ല ഫോട്ടോ നമ്മൾ ഇതുവരെ എടുക്കണം. എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങളെ എല്ലാവരുടെയും കൂടെ ഞാനും ഉണ്ടാവും. എന്നെയും ഇൻവൈറ്റ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.